നമസ്കാരം എല്ലാവർക്കും. സർ നമസ്കാരം. കേരള മുംബൈയിലോട്ട്. ഇതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. സാറിൻ്റെ മുമ്പിൽ ഇരിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ സ്വപ്നം പോലെയാണ്. ഞാൻ സാറിൻ്റെ ഒരു ഫാൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാനും പാട്ട് പാടുന്ന ഒരാളാണ്. അപ്പോൾ സാറിൻ്റെ പാട്ടുകളും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കുകയാണെങ്കിൽ, സാർ 500-ൽ കൂടുതൽ പാട്ട് എഴുതി കാണുമല്ലോ. അതിൽ സാറിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, സാറിൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് ഇപ്പം ഞാൻ ചോദിച്ചാൽ ഏതാണെന്ന് പറയും? ഞാൻ പറയില്ല. അങ്ങനെ പറയാച്ചാൽ എല്ലാ പാട്ടിനും നമ്മൾ കൊടുക്കുന്ന എഫർട്ട് ഒന്നാണ്. അതെ അതെ അല്ലേ? ഒരു അമ്മ പ്രസവിക്കുന്ന പോലെ പ്രസവവേദന എല്ലാം ഒരേപോലെ അല്ലേ? അതെ അതെ. അപ്പം അതുകൊണ്ട് ഒരു കുഞ്ഞിനിപ്പോൾ ഒരു കുഞ്ഞ് കൂടുതൽ സുന്ദരിയാണ്, അല്ലെങ്കിൽ ഒരെണ്ണത്തിന് സൗന്ദര്യം കുറവാണ്, അതുകൊണ്ട് സ്നേഹം ഒരുപോലെ ആയിരിക്കും. അതുപോലെ കൂടുതൽ പാട്ട് റീച്ച് വന്ന പാട്ടിനോട് കൂടുതൽ സ്നേഹം, കുറച്ച് കേട്ടതിനോട് സ്നേഹക്കുറവാക്കിനും ഉണ്ടാവില്ല. നമ്മൾ രണ്ടിനും എടുത്തത് പിന്നെ ആൾക്കാരുടെ ഒരു ഇഷ്ടം വെച്ചിട്ട് നമ്മൾ അവർ പറയുമല്ലോ, അവരുടെ ഇഷ്ടം വെച്ചിട്ട് കുറേ പാട്ടുകളുണ്ട്, പലതരം പാട്ടുകൾ. പലരാഗവിലോചനം, അഴലിൻ്റെ ആഴങ്ങളിൽ, മുറ്റത്തെ മുല്ലേ ചൊല്ല്, ആലിലെ താലിയുമായി, അഴലിന് മറ്റേ ആഴക്കടലിൻ്റെ എൻ്റെ കൽബിലെ വെണ്ണിലാവ്, ഇതൊക്കെ ഓരോ മുത്തേ മുത്തേ അങ്ങനെ കേട്ടോ. അങ്ങനെയുള്ളൊരു പാട്ട് എന്ന് പറയുന്ന പോലെ അത് ഓരോരുത്തരുടെ രുചി അനുസരിച്ച് ഓരോരുത്തരും. അനുരാഗ വിലോചനായി ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ട് പോകുന്നത്, ജനങ്ങൾ അതുപോലെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ശ്രീ വയലാർ രാമവർമ്മ സാറിൻ്റെ ഇപ്പോൾ ഒരു പാട്ട് സാർ ഇപ്പോൾ സങ്കടത്തിലാണെങ്കിലും കൂടുതൽ സന്തോഷത്തിലാണെങ്കിലും കേൾക്കാൻ ആ സമയത്ത് തോന്നുന്ന ഒരു പാട്ട് ഏതായിരിക്കും? അതും കുറേ ഉണ്ട്. ഒന്നും പിന്നെ അതിനേക്കാൾ പ്രയാസം നമുക്ക് പറയാനുണ്ട്. അത് ധാരാളമുണ്ട്. പല ടൈപ്പാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ എൻ്റെ പ്രാർത്ഥനാ ഗാനമാണ് അച്ഛൻ്റെ പത്മതീർത്ഥമേ ഗുണം. അതൊരു രാവിലെ, പക്ഷേ അത് നമുക്കൊരു സുന്ദരിയെ കാണുമ്പോൾ പറ്റില്ലല്ലോ. അപ്പം ചക്രവർത്തിനി പാടാനേ ഓർക്കും എന്ന് പറഞ്ഞ പോലെ ഓരോ മൂഡനുസരിച്ച് അത് മാറും. പ്രണയം, സങ്കടം എന്നൊക്കെ പറയുമ്പോൾ സന്യാസിനിയുണ്ട്, പ്രേമഭിക്ഷുകയുണ്ട്, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. അതൊക്കെ അത് ഏതാണെന്ന് പറയാൻ പറ്റില്ല. അത് കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. ഒരിക്കലും കിട്ടാത്തവൾ പ്രണയിനിയാണെങ്കിൽ രാത്രി പകലോണെന്ന പോലെ യാത്ര ചോദിച്ചു. അങ്ങനെ ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് തന്നെ. അത് പലരോടും പിന്നെ ഞാൻ ഭാര്യയുടെ സാന്നിധ്യത്തില്ല പറയുന്നുണ്ട്, തൻ്റെ അടുത്ത് പറയും. ഇപ്പോഴും നമുക്ക് പ്രണയമുണ്ട്, മനസ്സിലുണ്ട്. അത് പ്രണയമായിട്ട് തന്നെ, അത് ഒരിക്കലും ഡിസ്ക്ലോസ് ചെയ്യാണ്ട് കിട്ടുന്ന ഒരു ഫീൽ. അത് തന്നെ. അപ്പം ചിലപ്പോൾ അങ്ങനെ ചില കോണ്ടാക്റ്റിൽ ഒരിക്കലും കിട്ടില്ല എന്ന് നോക്കുമ്പോഴത്തേക്കാണ് രാത്രി ഈ പറയുന്ന പോലെ അങ്ങനെ അത് ഓരോ രീതിയിലങ്ങ് മാറും. അപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റൈല് കാണുമല്ലോ, എഴുതുന്ന ഒരു ശൈലി. ഇപ്പോൾ എന്താന്ന് വെച്ചാൽ സാർ, ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, സാറിന് എഴുതുന്ന സമയത്ത് പേനയും പേപ്പറും സാറും മാത്രമായിരിക്കണം. എനിക്ക് ആ ഒരു ശീലം. പലരും പല രീതി. ഇപ്പൊ മനിൽ പനശൂരാനൊക്കെ ഏത് കടലിനെ നടക്കിരുന്നു എഴുതും. കണ്ടിട്ടുണ്ട് കുറെ പേരേക്ക് എത്ര നോയ്സ് ഉണ്ടായാലും അവർക്ക് ബുദ്ധിമുട്ടില്ല. ഞാനൊക്കെ നേരെ തിരിച്ച. ഞാനൊക്കെ ഈ അനുരാഗ വിലോചനൊക്കെ പ്രൈവസി പോരാഞ്ഞിട്ട് ബാത്റൂമിൽ കയറിയിരുന്ന. ഇത് കുറച്ചുകൂടെയൊക്കെ ആൾക്കാരുമായിട്ട് ആരെങ്കിലും കയറി വന്നാലും ആ പ്രൈവസി കുറയുമല്ലോ. അതാകുമ്പോൾ വരത്തില്ല. അങ്ങനെയൊക്കെ എനിക്ക് വളരെ, ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഭാര്യയെ വരെ നമ്മൾ അടുപ്പിക്കുന്നില്ല. എന്താ കാര്യം, ഞാൻ ഭാര്യയെ കുറിച്ച് ആയിരിക്കില്ല പ്രണയഗാനം എഴുതുമ്പോൾ പാട്ട് എഴുതുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഞാൻ സാറിനോട് പാടാൻ പറഞ്ഞാലോ? ഇല്ല, അങ്ങനെ ഒന്ന് പിന്നെ വൈഷ്ണവി പാട്ട് പഠിച്ചതാണ്. ഇത് കേൾക്കുന്നവരും പാട്ട് പഠിച്ചവരും ധാരാളം പേര് കാണും. ഈ പറഞ്ഞ പോലെ സംഗതി എന്നുള്ള സാധനം ഇല്ലാത്ത തൊണ്ടയില്ല. കുഴപ്പമില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലേ? അതുകൊണ്ട് തന്നെ ഒരു പാട്ടുകാരനാണെന്ന് ഉള്ള ധാരണയിൽ ഇത് കേൾക്കുകയരുത്. പാട്ട് പഠിക്കാത്തവൻ പാടുന്നു എന്ന് പറയില്ലേ? ഇപ്പൊ നമ്മള് വ്യാജ ഡോക്ടർ എന്നൊക്കെ പറയുന്നില്ലേ, വ്യാജ ഡോക്ടർ ചികിത്സിക്കുന്ന പോലെ. അങ്ങനെ ഏത് പാട്ടാ പാടേണ്ടത്? ഏതെങ്കിലും ഒരു സാറിന്റെ ഇഷ്ടപ്പെട്ട, അച്ഛൻ്റെ ആയാലും ഏതെങ്കിലും ഒരു പാട്ട്. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം, ഒരു ഗദ്ഗതമായി മനസ്സിലലിയും ഒരു പ്രേമ കഥയിലേ ദുഃഖഗാനം. സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. ഏതോ പിരിഞ്ഞു പോയൊരു കാമുകി.
കല്യാണം കഴിച്ചു പോയവിടെ. അത് ആർക്ക് വേണമെങ്കിലും കേൾക്കുന്നത് ആർക്കും എടുക്കാം. അടിപൊളി, നന്നായിട്ടുണ്ട്. ഇതാണോ ശ്രുതിയൊന്നും ഇല്ലാന്ന് പറഞ്ഞു? ഇല്ല, ഞാൻ പറയാം, പഴയ പാട്ടൊന്നും പഠിച്ചില്ല, ഇതൊരു ഇഷ്ടം കൊണ്ട് പാടുന്നത്. ഞാൻ ഇഷ്ടം വേണം, ആ ഒരു പാഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നമ്മൾ പറയും, ഈ ഒരു ചൊല്ല് തന്നെയുണ്ട്, നമ്മൾ സന്തോഷത്തിലായിരിക്കുമ്പം നമ്മൾ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടും, സങ്കടത്തിലാകുമ്പം നമുക്ക് ലിറിക്സ് മനസ്സിലാവുന്നു. അത് തന്നെ, അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മൾ ലിറിക്കിലേക്ക് പോകും. ഇപ്പം ലജ്ജാവതിയുടെ വരികളാക്കും കാണാണ്ട് പറയും, ഭക്തരും പറയില്ല, പക്ഷെ അത് ആ മ്യൂസിക്കിൻ്റെ താളത്തിൽ പോകുന്ന പാട്ട്. എന്നാലും നല്ല പോയട്രി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവും, നല്ല പോയട്രി അത്, പക്ഷെ അത് ആരും ശ്രദ്ധിക്കുന്നില്ല. കാര്യം അത് മ്യൂസിക് ആണ് അതിൻ്റെ നമ്മളെ നയിക്കുന്നത്, അതാ വ്യത്യാസം. ഇപ്പോൾ സാറിൻ്റെ എല്ലാ പാട്ടിൻ്റെ വരികൾക്കും ഒരർത്ഥമുണ്ട്. അത് ഇപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഇല്ലാതെ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ വിഷ്വൽ മുമ്പിൽ തെളിഞ്ഞു വരുന്നത് പോലെയാണ്. ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ സാറിന് അതുപോലത്തെ ഏതെങ്കിലും ഒരു പാട്ട്? അല്ല, ഒത്തിരി പാട്ടുകൾ ഒത്തിരി ഉണ്ട്, പക്ഷെ അധികം അങ്ങനെയുള്ള പാട്ടുകൾ അധികം ശ്രദ്ധിക്കപ്പെടുന്നില്ല. പക്ഷെ അത് ആരും ഇപ്പം നമ്മൾ പലരും പറയും, ഇപ്പം 2 തലമുറകൾ തമ്മിലുള്ള ഒരു സംഘടന നടക്കുന്ന കാലത്ത് പഴഞ്ചൻ എന്ന് പറയുന്ന ന്യൂജനും പഴഞ്ചനും തമ്മിലുള്ളൊരു, നമ്മൾ 2 പേരുടെ നടുക്കൂടെ പോകുന്നത്, ഈ 2 പേരെയും തൃപ്തിപ്പെടുത്തണം. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുതിയ ആൾക്കാരുടെ കൂട്ടത്തിൽ നല്ലതില്ല എന്ന് പറയുന്ന പഴയ തലമുറക്കാരനല്ല ഞാൻ. പുതിയ പാട്ടുകൾ നല്ലതുണ്ട്, പക്ഷെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അത് എന്താ വെച്ചാൽ വിഷ്വൽസിന് പ്രാധാന്യം വന്നുപോയി, ലൈൻസിനല്ല. നമ്മൾ പാട്ട് കാണുകയാണ്, ഇപ്പോൾ പാട്ട് കേൾക്കുകയല്ല. അതാണ് പ്രശ്നം. അത് ഇപ്പം വെച്ചാൽ പണ്ടത്തെ ആൾക്കാരുടെ കൂടെ എന്ന് വെച്ചാൽ പണ്ടുള്ളവർ വായിക്കുന്നവർ, ഇന്നും വായിക്കുന്നവർക്ക് അതുണ്ട്, അവർക്ക് അവരുടേതായ വിഷ്വൽ കാണും, വായിക്കുമ്പോൾ തന്നെ ഒരു വിഷ്വൽ ഉണ്ടാകും. അപ്പം അവർ പാട്ട് കേൾക്കുകയാണെങ്കിൽ അവരുടെ വിഷ്വലായിരിക്കും കാണുന്നത്. ഈ വായിക്കാത്തവർക്ക് അവരുടേതായ വിഷ്വൽ ഉണ്ടാവില്ല, അവരെ ഫോഴ്സ് ചെയ്ത് നമ്മൾ വിഷ്വൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ ശ്രദ്ധ മുഴുവൻ വിഷ്വലിലേക്ക് പോയിട്ട് പാട്ടിലേക്ക് പോകില്ല. കാരണം ഇപ്പൊ ഞാൻ തന്നെ പുതിയ പാട്ടുകൾ വല്ലതും കേൾക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ആ വരികൾ മനസ്സിലാവില്ല. ഇല്ല, ഞാനൊക്കെ പോകുമ്പോ അങ്ങനെ ഇപ്പൊ പെരിയോനെ എന്നുള്ള പുതിയ പാട്ട്, റഫീഖിന്റെ പാട്ട് നമ്മൾ ആലോചിക്കുന്നതാണ്. എവിടെയോ മണ്ണിൽ മരുഭൂമിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള ഭാര്യ നാട്ടിലിരിക്കുക. അതാ ഇവക്ക് അത് എന്നെ പിടിക്കുന്ന ആ വരികളാണ്. ലൈൻസ് നല്ലതല്ലെങ്കിൽ എത്ര നല്ല മ്യൂസിക് ആണെങ്കിലും ഞാൻ ശ്രദ്ധിക്കും. എന്റെ കുഴപ്പമായിട്ടോ. സത്യം പറഞ്ഞ ഒരു മ്യൂസീഷ്യന് മാത്രമേ ആ ഒരു മനസ്സിലാവുള്ളൂ. അല്ല, മ്യൂസിക്കിന് വേറെ പ്രാധാന്യമുണ്ട് കേട്ടോ. കാര്യം നമ്മളെ ഒരു പാട്ടിനെ നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും മ്യൂസിക് തന്നെ. മ്യൂസിക് ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ അതേപോലെ വായിച്ചാലും പാട്ട് കേൾക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പാട്ടെടുത്ത് വെറുതെ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒന്നും തോന്നില്ല. അറിയാവുന്നവർക്ക് അർത്ഥം മനസ്സിലാവും, പക്ഷെ അതൊരു സംഗീതം കൂടെ വന്ന് പൊതിഞ്ഞു കഴിയുമ്പോൾ അത് തന്നെ ആ ലിറിക്സ് ചിലപ്പോൾ ട്യൂണും ഇല്ലാതെ വെറുതെ ആ ലിറിക്സ് തന്നെ നമുക്ക് ചില പാട്ടുണ്ട് വരികൾ അറിയാവുന്നവർക്ക് ഇപ്പം മനസ്സിലാവുന്നല്ലാണ്ട് വരികൾ അറിയാത്ത സിറ്റുവേഷനിലേക്ക് മ്യൂസിക് വരുമ്പോൾ കൊടുക്കുന്ന അതിന്റെ ഒരു പ്രാധാന്യമുണ്ട്. അതൊന്നും വളരെ ഗംഭീരം. വരികൾ അറിയാത്ത കുറെ പാട്ടായാലും ഇന്നിപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം വെച്ചാൽ ഇന്ന് നമുക്ക് ആദ്യം ട്യൂൺ തരും, അതെ അതെ, അതനുസരിച്ച് നമ്മൾ എഴുതുന്നത്. പിന്നെ സമയവും നമുക്ക് അധികം കിട്ടത്തില്ല പണ്ടത്തെ പോലെ. സാറിന് അങ്ങനെ എന്തെങ്കിലും? പിന്നെ അല്ല, അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാം ചെയ്യുന്നത്. വളരെ വളരെ അപൂർവം ആദ്യം തന്നിട്ട് അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കൂടുതൽ, എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തം. മറ്റേത് അവർക്കാണ്. ഇപ്പൊ നമ്മൾ മേലേന്ന് എഴുതി വെച്ചാൽ ടോപ്പിലേക്ക് തന്നെ പോകണം, താഴേന്ന് പറഞ്ഞാൽ താഴോട്ട് പോകണം. അതൊക്കെ അവരുടെ ഉത്തരവാദിത്തം, നമ്മുടെ അല്ല. അല്ലാണ്ട് താഴേന്ന് പറയുമ്പോൾ താഴെ മുകളിലേക്ക് പോയാൽ അപ്പോൾ അതിന്റെ സ്വഭാവം മാറി. ഇന്നിപ്പോൾ അവർ കൊടുക്കുന്ന മ്യൂസിക് അനുസരിച്ച് നമ്മൾ ഈ വേരിയേഷൻ കണ്ടുപിടിക്കണം. എങ്ങോട്ടാ നോട്ട് പോകുന്നത് നോക്കിയിട്ട് വേണം. നമുക്ക് ഇച്ചിരി പ്രഷറാണ്. പിന്നെ നമുക്ക് നല്ല വാക്കുകളൊക്കെ ഉണ്ടെന്നും ചിലപ്പം ഇടാൻ പറ്റില്ല. ഈ സിറ്റുവേഷന് പറ്റിയ വാക്കുണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഇടാൻ പറ്റില്ല, കാര്യം മീറ്ററാണല്ലോ. അപ്പോൾ സാർ അങ്ങനെ ഏതെങ്കിലും ലിറിക്സ് എഴുതിയത് ആദ്യം തന്നെ എഴുതി വെച്ചത് ഇങ്ങനെ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ? ചാന്തുപൊട്ടിലേക്ക് നമ്മൾ അങ്ങനെ ചെയ്തതാണ്, മാറ്റിയതാണ്. ആഴക്കടലൊക്കെ എഴുതി ചെയ്തതാണ്. ഓമനപ്പുഴ കടപ്പുറത്തിന് ഓമന എഴുതി ചെയ്തതാണ്. ചാന്ത് കുടഞ്ഞൊരു സൂര്യന്മാനത് എഴുതി ചെറിയ അത് കഴിഞ്ഞിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം ചില വേരിയേഷൻസ് ഒക്കെ വരുത്തും. അപ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇപ്പൊ ഒരു ചാൻസ് കിട്ടാന്ന് വിചാരിച്ചു, പുതിയ ഈ ജനറേഷന് വേണ്ടി അവരുടെ എക്സ്പെക്ടേഷൻസിന് അനുസരിച്ച് ഏതെങ്കിലും ഒരു പാട്ട് എഴുതാൻ കിട്ടുകയാണെങ്കിൽ ചെയ്യണമല്ലോ, അത് നമ്മുടെ ജോലിയാണ് അല്ലേ? പിന്നെ അപ്പോൾ ഒരു വേറെ സ്റ്റൈലാവില്ലേ? ആകും. പിന്നെ നമ്മൾ പഠിക്കണം. ഞാനിപ്പോഴും അങ്ങനെ അവരെ ശ്രദ്ധിക്കും. അതിനാണല്ലോ നമ്മൾ വാച്ച് ചെയ്യുന്നത്, പാട്ട് കേൾക്കുന്നത്, എന്താണ് അവരുടെ രീതി, ഭാഷ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം. പക്ഷേ അവർ ഒരുപക്ഷെ ഇനി പുതിയ ജനറേഷൻ നമ്മളെ ഒരു പഴയ ആളായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയ ആൾക്കാരുണ്ടാവും. ഇപ്പം വഴക്കിട്ട് പാട്ട് എഴുതിക്കാം. ഇപ്പൊ ഒരു സീനിയർ ആയിരിക്കുന്ന ഒരു മനുഷ്യനോട് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മളെ മാറ്റി അവർ വെച്ചിരിക്കുന്നത്. ഒരു റെസ്പെക്റ്റും കാണും അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ആകും, അല്ലാണ്ടൊന്നുമില്ല. പിന്നെ പറഞ്ഞ അവരുടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉള്ളവരുണ്ടല്ലോ, ഒരേ ടേസ്റ്റ് ഉള്ള അവർക്ക് പെട്ടെന്ന് അവര് തന്നെ അസ്യൂം ചെയ്യായിരിക്കും, അവർക്ക് മനസ്സിലാക്കാനും പറ്റും. അതെ അതെ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ ഇപ്പൊ വേറെ സാറിന്റെ അച്ഛൻ വയലാർ രാമവർമ്മ സാറിന്റെ ഇപ്പൊ ഏതെങ്കിലും പാട്ടോ
പോയംസോ വല്ലോ എഴുതിയത് സാറിന് എന്താ പറയാ സാറിനെ എന്താ പറയാ കോൺട്രവേഴ്സി ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, ഇതിപ്പോൾ അങ്ങനെ കോൺട്രവേഴ്ഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ അത് രാഷ്ട്രീയപരമായ പാട്ടായി അല്ലെങ്കിൽ മതപരമായ പാട്ടായി. അതിപ്പോഴും സാറിനെ ആരെങ്കിലും ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുള്ളത്. നമ്മുടെ ആളുടെ കാഴ്ചപ്പാടിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അത് അയാൾ അങ്ങനെയാണ് കാണുന്നത്, അതിന് തെറ്റൊന്നുമില്ല. കാരണം വയലാർ സാർ ആയാലും ഡിവോഷണൽ സോങ്സും അതുപോലെ ഒരേ പടത്തിൽ തന്നെ 2 തരത്തിൽ പാട്ട് എഴുതിയിട്ടുണ്ട്. ശബരിമലയിൽ തങ്ക സൂര്യോദയം, ആ പാട്ടിനകത്ത് ആ സിനിമയിൽ തന്നെയുണ്ട്. തുമ്മിയാൽ തെറിക്കുന്ന മൂക്കാണെങ്കിൽ ചുമ്മാ തെറിച്ചോട്ടെ, ഒരു പെഗ് റമ്മടിച്ചാൽ ഈശ്വരൻ പിണങ്ങുമെങ്കിൽ ചുമ്മാ പിണങ്ങി, ഒരു പ്രശ്നമില്ല. അങ്ങനെ അത് പാട്ടെഴുത്തുകാരന് കിട്ടുന്ന കോണ്ടെക്സ്റ്റ്. അതിപ്പോൾ അയാളുടെ ഒരു മനസ്സിലെ വിശ്വാസമോ രാഷ്ട്രീയമോ ആകണമെന്നില്ല. അത് അതനുസരിച്ച് നമ്മൾ എഴുതി കൊടുക്കാന്നേ ഉള്ളൂ. അങ്ങനെയാണ് രാഷ്ട്രീയമൊക്കെ അത് അവിടെയൊക്കെയാണ് ഇത് ആവശ്യമില്ലാണ്ട് ഈ രാഷ്ട്രീയവും മതമൊക്കെ ഇതിനകത്ത് ഇടപെടുമ്പോഴേ കുഴപ്പം. ഇപ്പോൾ യേശുദാസ് എന്ന് പറഞ്ഞ വ്യക്തി പിന്നെ എത്രയോ ഗുരുവായൂരപ്പൻ്റെയും ഇസ്ലാം പാട്ടും പാടുന്നുണ്ട്, ഇല്ലേ? അതുകൊണ്ട് ഇപ്പം അദ്ദേഹം അതാകണം എന്നൊക്കെ പറഞ്ഞത്. യേശുദാസ് സാറിന് ഇപ്പൊ ഇത്രയും അമ്പലത്തിൽ തന്നെ രാവിലെ കേൾക്കുന്ന പാട്ട് തന്നെ ശബ്ദം കേട്ട ഉണരുന്നത് ഗുരുവായൂരപ്പനൊക്കെ ഇന്നും കേട്ട്. എന്നാലും ഇപ്പോഴും അല്ല അദ്ദേഹം അത് ഞാൻ പറയാം, അതൊക്കെ ഒരു നമ്മളതിനകത്ത് ഇടപെടേണ്ട വിഷയമല്ല. നമ്മൾ അദ്ദേഹത്തെ കാണുന്ന അദ്ദേഹത്തിന്റെ കണ്ഠമാണ്, അതിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹം അത് തന്നെ ഓരോരോ ആ ഒരു ലിറിക്സിന് ജീവൻ കൊടുക്കുന്നത് സത്യം പറഞ്ഞ ആ ശബ്ദമല്ലേ, ആ ശബ്ദമൊന്നുമില്ലല്ലോ. പിന്നെ സീനിയർ മ്യൂസിക് ഡയറക്ടേഴ്സും ഇപ്പൊ ജൂനിയർ മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ രണ്ടും രണ്ട് രീതിയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് പഴയ ആൾക്കാരുടെ ഒരു ഗുണം വെച്ചാൽ അവർ കുറച്ചുകൂടെ ലിറിക്സിന് പ്രാധാന്യം കൊടുക്കുന്നവരവർ. ഇന്നിപ്പോൾ അത്രയും പ്രാധാന്യം കൊടുക്കുന്നവരല്ലാതെ ഉള്ളവരുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ചിലർ ഈ ഭാഷ പോലും അറിയാത്തവരുണ്ട്, മലയാളം എന്താണെന്ന് പോലും അറിയാത്ത. പക്ഷെ ടെക്നോളജിയിൽ മിടുക്കനായിരിക്കും. ഇപ്പോൾ ടെക്നോളജി ആണല്ലോ ഇതെല്ലാം ഭരിക്കുന്നത്. ഇപ്പോൾ ആർക്ക് വേണേൽ പാട്ട് പാടാം. കാര്യം അതിനുള്ളൊരു പിന്നെ സോഫ്റ്റ്വെയർ ഉണ്ടെന്നാണ് പറയുന്നത്. സ്വരമൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് റൂട്ടിലാക്കി തരും. അപ്പോൾ ഒരു ടെക്നോളജിയിൽ ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരും. ഇപ്പോൾ നമ്മൾ അതങ്ങനെ ഒരു തെറ്റല്ല, അദ്ദേഹത്തിന് ശ്രദ്ധിക്കേണ്ട. ഇപ്പോൾ ആഴക്കടലിൻ്റെ അങ്ങേക്കരയില എന്നുള്ള സിനിമയിൽ അമ്പാടി തന്നിലെ ഉണ്ണിയെ പോലെ നീ കൊമ്പനാണെങ്കിലും എന്നാൽ കൊമ്പൻ്റെ സ്രാവാണ് അതിന് പറയുന്നത്, ആണാണ് പക്ഷെ പെണ്ണാക്കുകയാണ് അതിനകത്ത്. പിന്നെ അത് ജനയമ കൊച്ചനാണെങ്കിലും അമ്പാടിലെ ഉണ്ണിയെ പോലെ നീ കൊച്ചൻ അതിലല്ല. അങ്ങനെ അത് മാത്രം ഇമ്പായി ഇച്ഛായി അങ്ങനെ ഒരു ഒരേപോലെ എഴുതാവുന്ന രീതിയുണ്ട്. ഒരു പക്ഷെ അങ്ങനെ തെറ്റിച്ചുണ്ട്. രണ്ടാമത് പിന്നെ അത് പാടിക്കേണ്ടി വന്നു. പിന്നെ കൊമ്പൻ തന്നെ വേണം, കാര്യം കടലുമായിട്ട് ബന്ധപ്പെട്ട് അതിന് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല, ഞാൻ അറിഞ്ഞ പോലും ഇല്ല. ലാൽ ജോസ് തന്നെ അദ്ദേഹം തന്നെ പോയി അത് രണ്ടാമത്. പിന്നെ അങ്ങനെയൊക്കെ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഭാഷ അറിയാണ്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം പാട്ട് പാടിക്കുമ്പം മിക്കവാറും എഴുത്തുകാരുണ്ടാകണം നിർബന്ധമില്ല, മ്യൂസിക് ഡയറക്ടറും ഗായകനും ഉണ്ടാവും. ആ സമയത്ത് അവർക്ക് പറഞ്ഞ പോലെ ഇത് ശ്രദ്ധിക്കാണ്ട് പോയാൽ അതിന്റെ മുഴുവൻ ബ്ലെയിമും വരുന്ന എഴുത്തുകാരായിരിക്കും. ശരിയാണ് ശരിയാണ്. അങ്ങനെ ബ്ലെയിം എനിക്ക് തോന്നുന്നില്ല സാറിന് അങ്ങനെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ അല്ല മിക്കവാറും കാര്യം വെച്ചാൽ അവർ ഫൈനൽ ആക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് അയച്ചു തരും. അതെ അതെ, എന്തെങ്കിലും തെറ്റോ വല്ല ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് അത് നമ്മൾ കൺഫേം ചെയ്തിട്ട് ഫൈനൽ ലിറിക്ക് പാടിക്കുള്ളൂ. അങ്ങനെ ചെയ്യും. അപ്പോൾ പിന്നെ മിക്കവാറും അങ്ങനെ തെറ്റ് വരാറില്ലല്ലോ. പിന്നെ ഇപ്പോൾ സാറ് അച്ഛൻ്റെ ഈ ലെഗസി സാർ ഇവിടം വരെ എത്തിച്ചു. ആ സെയിം ലെവൽ, സത്യം പറഞ്ഞാൽ അതിനെക്കാട്ടി കൂടുതൽ വേണമെങ്കിൽ പറയാം. ആ ലെഗസി ഇനി കണ്ടിന്യൂ ആര് ചെയ്യും എന്നിപ്പോൾ ചോദിച്ചാൽ മകൾ ഈ ഫീൽഡിലോട്ട്. ഇത് എനിക്കിത് എങ്ങനെ കിട്ടിയെന്ന് ശരിക്കും അറിയാൻ വയ്യ. കാര്യം ഇത് നമുക്ക് കടയിൽ നിന്ന് പോയി മേടിക്കാവുന്നൊരു സംഭവമല്ല. ഇതെങ്ങനെ ഇപ്പോഴൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പാട്ടായിരിക്കും. ഇന്നലെ എഴുതിയ വാക്കുകളോ ഇന്നലെ എഴുതിയ ആശയങ്ങളോ ഒന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. പുതിയ പാട്ടാണ്. പുതിയ പാട്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഏത് പാട്ട് എഴുതിയപ്പോഴും ഒന്നാമത്തെ പാട്ട് തന്നെ. കാര്യം പഴയതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അന്ന് അത് ശ്രദ്ധിക്കണം. അത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് എന്താകും എപ്പോഴോ ഒരു അപ്പം നമുക്ക് ലെഗസി എന്നുള്ള സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് എഴുതി കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ ഉണ്ടാവില്ല എന്ന്. ഇപ്പോൾ ദേവരായ മാഷ് എത്ര പാട്ട് ചെയ്തല്ലേ, വയലാറ് മരിച്ചു കഴിഞ്ഞിട്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന പാട്ടില്ലേ, 9 ദിവസം ട്യൂൺ ചെയ്യാൻ 15-20 അരമണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ആള് പുള്ളിക്ക് തന്നെ തോന്നുന്നു ഇത്രയും പാട്ട് ചെയ്ത ഒരാള് ഒരു പാട്ടിന്റെ ട്യൂൺ ഇടാനായിട്ട് ഇത്രയും ദിവസം കാത്തിരിക്കുന്നത് എന്നും. അത് ഇത്രയേ ഉള്ളൂ. ഇതിലൊരു ഒഴുക്കാത്. നമ്മളെപ്പോൾ നേരത്തെ കൈ നീട്ടിയാൽ അതിനകത്ത് ആ മഴ വെള്ളം നമ്മുടെ കൈ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. അത്രയേ ഉള്ളൂ. പിന്നെ വേറെ ഒരു പാട്ട് സാർ ഇപ്പോൾ എഴുതിയത് സാർ അത്രയ്ക്ക് എക്സ്പെക്ട് ചെയ്ത് കാണില്ല അത്ര ആളുകൾ അത് സ്വീകരിക്കും എന്നുള്ളത്. പക്ഷെ
അത് വൻ ഹിറ്റായി. അങ്ങനെ ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിക്കാത്തതിനപ്പുറം ആ മിക്കവാറും എല്ലാ പാട്ടുകളും ഞാൻ ഉദ്ദേശിക്കാത്തതിനപ്പുറം ഇപ്പോ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ അനുരാഗ വിലോചനായി അതൊക്കെ ഇപ്പോഴും ഈ ഇടയ്ക്ക് വീണ്ടും അത് ട്രെൻഡിൽ കയറി വന്നായിരുന്നു. വീണ്ടും റീൽസിലൊക്കെ ആളുകളെല്ലാരും സാറിനെ ടാഗ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാരും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു പറഞ്ഞ എന്തുകൊണ്ടോ അതൊക്കെ ഒരു മുജന്മ ഗുണം തന്നെയല്ലേ, എന്തൊരു പ്രയോഗ ഗുണമൊന്നും അല്ല. അതുപോലെ ഇനി പുതിയ പ്രോജക്ട്സ് ഉണ്ടെങ്കിലും കുറവാ, വിരലെണ്ണാവുന്ന. നമ്മുടെ ആ രീതിയല്ല, വേറൊരു കാലമായി. AI എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പുതിയ ടെക്നോളജി. പിന്നെ അല്ല, പക്ഷെ ഫിലിമിനൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. മൂവീസൊക്കെ ഗംഭീരം. നമുക്ക് സങ്കടം, ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എൻ്റെ ഒരു സങ്കടം വെച്ചാൽ ആ മൂവിയുടെ ഒരു വ്യത്യസ്തത പോലെ പാട്ട് വ്യത്യസ്തമായി നിൽക്കുന്നില്ല. അതിനിടയ്ക്ക് അതെ, ഒരു പിന്നെ ബെഞ്ചിലിരിക്കുന്ന കളിക്കാരനെ പോലെ കളത്തിലില്ലത്. അവനുണ്ട്, പക്ഷെ അവൻ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അത്രയ്ക്ക് ലിറിക്കൽ വാല്യൂ അത്രയും പോയി. ലിറിക്കൽ വാല്യൂ ഇപ്പൊ ഒരു പാട്ടിനും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ല. ശ്രദ്ധിക്കാൻ ട്യൂണിനും ആവശ്യം. അതെ അല്ല, അതിന്റെ ചില പണ്ടത്തെ രീതിയല്ല. ഇപ്പൊ ഒരു പേസ് ഉണ്ട് പടത്തിന്. പടം പഴയ പോലെ അങ്ങോട്ട് വച്ച് ഒരു സീൻ പോലും ലാഗ് ചെയ്ത് അപ്പ പിടിക്കുന്ന പ്രേക്ഷകരായപ്പോൾ. പണ്ടതല്ല, നമ്മൾ പെട്ടെന്ന് അടുത്ത്. അത് ശരിയാണ്. കാരണം ഇപ്പൊ ചെറിയൊരു മിസ്റ്റേക്ക് കണ്ടാൽ തന്നെ പണ്ട് അത്രയും ഇതിനെക്കുറിച്ച് വിവരമൊന്നും ആൾക്കാർക്കില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഈ സാധനമുള്ള അവന്റെ അറിവ് ഭയങ്കര. അപ്പൊ എന്ത് കണ്ടാലും അതിനെ ചലഞ്ച് ചെയ്യും, ചോദിക്കും, ഒക്കെ ചെയ്യും. പെട്ടെന്ന് ഇപ്പൊ എന്താ പറയാ, ഒരു സീൻ വല്ലതും കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ശരിയല്ല. അങ്ങനെ ഇപ്പോഴത്തെ പ്രേക്ഷകരതാണ് ഈ ന്യൂ ജെൻ്റെ ഗുണതകളില്ല. അവര് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ചെല്ലുന്നതും കൃത്യമായിട്ട് അവർക്ക് അഭിപ്രായം കാണും. ശരിയോ തെറ്റോ എന്നുള്ളത് വേറൊരു കാര്യം, അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. പക്ഷെ പണ്ടത്തെ അതല്ല. പണ്ട് നമ്മൾ കൈയടിച്ച് മാത്രമേ ശീലിച്ചിട്ടുള്ളൂ. അതെ അതെ, അത് പിന്നെ വേറൊരു അന്തരീക്ഷം. എന്നത്തെ ലോകമല്ല ഇന്നത്തെ ലോകം. അന്ന് കുടുംബം, അതിൻ്റെ ഒരു അന്തരീക്ഷം, ഒരു സങ്കടം, ഒരു വില്ലൻ. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഇത് വേറെ ടൈപ്പാണ്. ഫാമിലിയെ കുറിച്ച് സാർ ഇപ്പോൾ എഴുതിയ ഏതെങ്കിലും ഒരു പാട്ട്? ഭാര്യയെ കുറിച്ച് എഴുതി ഒറ്റ പാട്ട്, വെറുതെ ഒരു ഭാര്യ സിനിമയ്ക്ക് വേണ്ടി. അത് നമുക്ക് അവസരം വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഒരു എഴുത്തുകാരന് വെറുതെ ഒരു ഭാര്യ എന്നുള്ള സിനിമയിൽ ഭാര്യ കഷ്ടപ്പെടുന്ന എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അതിനകത്ത് ഒരു പാട്ടുണ്ട്, ഓങ്കാരം ശങ്കി. അത് ഞാൻ എൻ്റെ ശ്രീമതിയെ വാച്ച് ചെയ്തിട്ട് എഴുതിയതാണ്. എന്താണ് എൻ്റെ കഷ്ടം നമുക്കറിയത്തില്ല. നമ്മൾ രാവിലെ 6 മണിക്കോ അല്ലെങ്കിൽ 7 മണിക്ക് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ല ചായ കിട്ടും. പക്ഷെ അതിന്റെ പിന്നിൽ എന്ത് കഷ്ടപ്പാടുണ്ടെന്നുള്ളത് ഒളിഞ്ഞു നോക്കണം. അത് കാണാറുണ്ട്. പക്ഷെ അത് വിളിച്ചു കഴിഞ്ഞിട്ട് പലരും എന്നെ വിളിച്ചു, പല വീട്ടമ്മമാരും വിളിച്ചിട്ടുണ്ട്. കാര്യം ഇപ്പം ഞങ്ങൾക്ക് ജോലി ചെയ്യുമ്പോൾ ഈ പാട്ട് വെച്ച് കേൾക്കുന്നത് സന്തോഷമാണ്. കാര്യം ഞാൻ മാത്രമേ എൻ്റെ അടുക്കളയിൽ കഷ്ടപ്പെടുന്നുള്ളൂ, അല്ല ഒത്തിരി പേരുണ്ട് എന്നുള്ളത്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് അവരോട് ഒരു ഇതുണ്ടാവും. അപ്പൊ അവര് കണക്ട് ചെയ്യുന്നുണ്ട് ആ പാട്ടായിട്ട്. അപ്പൊ അവര് അത്രയ്ക്ക് എന്താ പറയാ, ഒറ്റയ്ക്കാണെന്നുള്ളൊരു കുറെ പേരുണ്ട്, പലരും ഉണ്ട് എന്നുള്ളത് അതൊരു നല്ല കാര്യമാണ്. പാട്ടിനെ ത്രൂ ആരെങ്കിലും എന്റെ വിഷമം അറിയുന്നുണ്ടെന്നുള്ളത് ആ പാട്ടിനെ ത്രൂ മനസ്സിലാവുന്നുണ്ട്. അതിപ്പോ എനിക്ക് അവസരം അത് എഴുതാൻ എനിക്ക് കിട്ടി. അതുകൊണ്ട് വേറെ മോളൊറ്റ മോള് സുഭദ്ര, മോള് പിന്നെ ഇന്റീരിയർ ഡിസൈനറാണ്, പുതിയ ആള് തന്നെയാണ്. എന്നാൽ ഈ ഫീൽഡിലോട്ട് ഞാൻ കുറെ ശ്രമിച്ച് നോക്കിയതാണ്. എനിക്ക് ട്യൂൺ കിട്ടുമ്പോൾ ഞാൻ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് നീ എഴുതാൻ പറയും. നടന്നിട്ടില്ല. ഡിസൈനറാണ്, ഡാൻസ് ചെയ്യുന്നത്. ഡിസൈനിങ് കുട്ടിക്കാലം മുതലേ വരയ്ക്കുമായിരുന്നു, ഭിത്തിയൊക്കെ വരച്ച് വൃത്തികേടാക്കുമായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും അത് നമ്മൾ സപ്രസ് ചെയ്ത്, കാര്യം ചില ബിൽറ്റിൻ ആയിരിക്കും അത്. അപ്പോൾ നമ്മൾ വീട് തന്നെ ഒരു മുറിയൊക്കെ കൊടുത്തു പുള്ളിക്കാരത്തേക്ക് വരയ്ക്കാൻ. എല്ലായിടത്തും വരച്ചു വയ്ക്കുമായിരുന്നു. പിന്നെ ഒരു മുറി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് പുറത്ത് വരയ്ക്കൽ വൃത്തികളാക്കിയിട്ട് ആ മുറി മാത്രമാക്കി. പിന്നെ രണ്ടാമത് പെയിന്റ് ചെയ്ത് കൊടുക്കും, അവിടെ പിന്നെ ക്രമേണ അതൊക്കെ ഇല്ല നിന്നു. പക്ഷെ ആ ഒരു കഴിവ് മനസ്സിൽ കിടന്നുകൊണ്ടായിരിക്കും ഇപ്പോൾ ഡിസൈനിങ്. അല്ലെങ്കിൽ പക്ഷെ നമ്മളന്ന് തല്ലു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പൊ ഇപ്പോഴത്തെ പിന്നെ അത് മാത്രമല്ല അവരുടെ കഴിവ് പുറത്തോട്ട് വരില്ല. അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഡ്രീമിനെ പിന്നെ നിങ്ങൾ എന്താ പറയാ അടിച്ച് അമർത്തി വെച്ചു. പിന്നെ ഓരോ തവണയും ഭയം വരും. ഒന്നും ആദ്യം എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് 2 പ്രാവശ്യം അത് ആലോചിക്കും. ഡാൻസും ചെയ്യാറുണ്ടോ? ഡാൻസ് ചെയ്യും, മടിച്ച് എന്നെ പോലെ തന്നെ അതുകൊണ്ട് മടിയുണ്ട്. ഡാൻസും ചെയ്യും. പിന്നെ ഇപ്പൊ സാർ മുമ്പേ റീമേക്ക് എന്താ പറയാ, ആദ്യം സാർ ഉപയോഗിച്ച വരികളും വാക്കുകളൊന്നും വീണ്ടും വേറൊരു പാട്ടിന് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. വാക്കുകൾ ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷെ ആ ആശയം വരരുത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ റീമേക്ക് സോങ്സ് കുറെ വരുന്നുണ്ട്. റീമേക്കും ഡബ് ചെയ്യുന്നായാലും അത് എന്താ പറയാ, ഇപ്പൊ തെലുങ്ക് സോങ് ആകട്ടെ,
കന്നഡ സോങ് ആവട്ടെ, അതിപ്പോൾ മലയാളത്തിൽ കുറേ പേര് ഡബ് ചെയ്യുമ്പോൾ അത് കേൾക്കാനൊരു സുഖമില്ല. അതെന്ന് വെച്ചാൽ ഓരോ ഭാഷയ്ക്കും ഓരോ ട്യൂൺ പറഞ്ഞിട്ട്. ഇപ്പോൾ വെസ്റ്റേണിലേക്ക് മലയാളം വരുമ്പോഴുണ്ടാകുന്ന കുഴപ്പമില്ല. അതെ അതെ അതെ. വെസ്റ്റേൺ സാധനത്തിന് ഒരു പിന്നെ നോട്ട്സ് ഉണ്ട്, ഒരു രീതിയുണ്ട്, സ്പീഡുണ്ട്. അത് ഇങ്ങോട്ട് കുത്തിക്കയറ്റുമ്പോഴേക്കാണ് വൃത്തികേടാകുന്നത്. വെസ്റ്റേൺ ഇപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഒരു വാക്ക് ഇപ്പോൾ മലയാളം അല്ലാതെ തമിഴില് തമിഴ് പിന്നെ തമിഴ് കുറെ കൂടെ നല്ലതാണ്. തമിഴിന് കുറച്ചുകൂടെ കൊളോക്കിയൽ വാക്കുകൾ പാട്ടിൽ ഉൾപ്പെടുത്താൻ അത്രയും പറ്റില്ല. അവരുടെ ഓരോരോ പാട്ടിലും കാണുമല്ലോ ഇങ്ങനെ ഓരോരോ ഇംഗ്ലീഷ് വാക്കുകൾ. സാധാരണ ഭാഷ വരെ പാട്ടിൽ. സർ ഇങ്ങനെ തമിഴില് ഏതെങ്കിലും? ഒന്നും അറിയില്ല തമിഴ്. അറിയില്ല. മലയാളവും ഇംഗ്ലീഷും അല്ലാണ്ട് ഒരു അക്ഷരം. തമിഴ് അറിയില്ല. തമിഴ് അപ്പൊ അഥവാ ഇനി ഏതെങ്കിലും അറിയാവുന്ന തമിഴ് വാക്കെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രണ്ടും അശ്ലീലമാണ്. രണ്ടും മലയാളത്തിൽ പറയാൻ പറ്റുന്ന. പിന്നെ എന്താ പറയാ, ഇപ്പോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മ്യൂസിക് ഡയറക്ടേഴ്സ്, സിംഗേഴ്സ്, ഇപ്പോൾ സാറിന്റെ ഒരു തോട്ട് പ്രോസസ് കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ? പാട്ടുകാരൻ ആയാലും അങ്ങനെ നമ്മൾ ചെന്നങ്ങ് ബ്ലെൻഡ് ആകുകയാണല്ലോ ശരിക്കും. അങ്ങനെയാണ് എൻ്റെ കാര്യം. നമ്മൾ എവിടെ ചെന്നാലും ഈ അവരുമായിട്ടങ്ങ് ലിങ്ക്ഡ് ആകണം, അല്ലെങ്കിൽ ഈ വർക്കിന് കണ്ടുപോകാനും. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടങ്ങ് ജെല്ലാവും ഞാൻ. അല്ലാതെ പണ്ട് തൊട്ടേ ഒരു സോഫ്റ്റ് കോർണർ ഇപ്പൊ ഉണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? അങ്ങനെ ഇല്ല കേട്ടോ. അലക്സുമായിട്ടാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്, അലക്സ് മോഹൻ സിത്താരാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ. പക്ഷേ രണ്ടും അവർക്ക് അവരുടെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നിന്നാൽ നമുക്ക് അവരെ ഇഷ്ടപ്പെടാൻ പറ്റും. അങ്ങനെ ഓരോ സ്ഥലത്തും ബിജി ബാലിൻ്റെ ഒക്കെ കൂടെ വെച്ചാൽ ബിജി ബാൽ കുറച്ചുകൂടെയൊക്കെ ഭാഷ അറിയാവുന്നതാണ്. അപ്പം അലക്സിനും മോഹൻജനും ഇത്രയും സാഹിത്യപരമായ പിന്നെ ബിജിയുടെ അത്ര ഇല്ല. അപ്പം ബിജി കുറച്ചുകൂടെ ആ വാക്ക് എന്താണെന്ന് അറിയാം, ലിറിക്സിൽ പ്രാധാന്യം. അലക്സാണെങ്കിൽ ചോദിക്കും എന്താ അതിൻ്റെ അർത്ഥം എന്നിട്ട് അതിന് ചെയ്യും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് എഴുതി വെച്ചിട്ട് തോന്നുകയും ചെയ്യില്ല അതെന്തോടോ അതിൻ്റെ അർത്ഥം, അത് അപ്പോൾ അതിൻ്റെ മൂടെന്താണെന്ന് അറിയാനുണ്ട് ആ വാക്കിൻ്റെ. അങ്ങനെ മറ്റേ ഇപ്പൊ അലക്സ് എന്ന് പറഞ്ഞു, അത് കൂടുതൽ ചോദിച്ചറിയുന്ന അലക്സ് അങ്ങനെ എപ്പോഴും ചോദിച്ചറിയുന്ന അതും ഒരു നല്ല ക്വാളിറ്റി അതാണല്ലോ വേണ്ടത്. എല്ലാം അറിയാമെന്നുള്ള വിചാരം ഉണ്ടാകുന്നതിനേക്കാൾ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ബോധം, പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അത് നല്ലതാണ്. പിന്നെ സാറിന് ഇപ്പൊ പാട്ടിനെ കുറിച്ചോ എഴുത്തിനെ കുറിച്ചോ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോടോ എന്നോടോ പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ത് പറയും? പാട്ട് കേൾക്കണം, പാട്ട് കേട്ട് മനസ്സിലാക്കി കേൾക്കണം. എന്തോ അങ്ങനെയാണ്, മനസ്സിലാക്കേണ്ട നമ്മളൊന്നും കേട്ട് കാര്യം. ഇത് എപ്പിസോഡ് തീരുന്നതിന് മുമ്പേ ഒരു പാട്ടും എനിക്ക് ആദ്യം എനിക്ക് പറയാനുള്ള ഇപ്പൊ കിം എന്നുള്ള വാക്കിന് ഇവിടെ വന്നൊക്കെ കേരള ഇൻ മുംബൈ അല്ലേ, മുംബൈ ആണല്ലോ, അതിലാണല്ലോ ഒരു അകലയുടെ പ്രോഗ്രാമിന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ അത് എനിക്ക് ആദ്യം അതിനെ മൂന്നാമത്തെ ഓർമ്മ വെച്ചിട്ട്, അതായത് ഇങ്ങനെയുള്ള പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് അല്ലാണ്ട് വന്നിട്ടുണ്ട്, ടൂർ വന്നിട്ടുണ്ട്, അതിനൊക്കെ അല്ലാണ്ട് ഇങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട വരവ് മൂന്നാമത്താണ് ഇപ്പം ഇത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നു. എന്നെ ഒരു പുരസ്കാരം നൽകാനായിട്ട് അവരുടെ സന്മനസ് തീരുമാനിച്ചു. അതിന് പ്രത്യേകം കാര്യം, അത് വലിയൊരു കാര്യം. കാര്യം നമ്മളിങ്ങനെ പിന്തള്ളപ്പെടും അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഇല്ല, നിൻ്റെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ട് എന്ന് അറിയിക്കാനായിട്ട് നമുക്ക് തരുന്ന ചെറിയ ഒരു തീകൊളുത്തലാണ് ഇങ്ങനെയുള്ള കാര്യം. അതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പിന്നെ പുരസ്കാരമാണ് ഇതിന് വാങ്ങുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കും ഒരു പ്രയോജനമുണ്ട്, എൻ്റെ കുടുംബത്തിനും പ്രയോജനം ഉണ്ടാവും. ഇത് തീർച്ചയായും തന്നവരും ഈ പാട്ട് കേട്ടവരും ഇവരൊക്കെ കേൾക്കാനുണ്ടായിരുന്നുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ വന്നിരിക്കാനും. ഇല്ലെങ്കിൽ അപ്പോൾ എല്ലാവരോടും ഇപ്പോൾ റിയാലിറ്റി ഷോയിലായാലും എന്താ പറയാ, കുട്ടികൾ പഴയ പാട്ടുകൾ എന്താണെന്ന് വെച്ചാൽ പുതിയ പാട്ടിന് അത് അവരുടെ മുഴുവൻ കഴിവും കാണിക്കാൻ പറ്റില്ല. കാര്യം ടെക്നോളജിയുടെ സപ്പോർട്ട് കണ്ടമാനം പാട്ടുകൾ വരും. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് മറ്റേ എല്ലാ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ മറ്റേതല്ല, ഒരു ചെറിയൊരു ശ്രുതി ഉണ്ടെങ്കിൽ ഒരു പാട്ട് ഒരാൾക്ക് പാടാൻ പാടില്ല. അതാ വ്യത്യാസം. അതായിരിക്കും. ഒരു തീരുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടി എന്ത് പാട്ടാ? ഏതായാലും ഒരെണ്ണം പറഞ്ഞു, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്കറിയാം. എൻ്റെ തൊണ്ടയ്ക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അനുരാഗ വിലോചന അത് വേണ്ട, അത് അത്രയും പിന്നെ സ്പീഡുള്ള ഒരു പാട്ട് പാടി ഉള്ള അതിനുള്ള തൊണ്ടമെടുക്കുന്നില്ല. പിന്നെ സാറിന് ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാ പറഞ്ഞത്? പെട്ടെന്ന് പറഞ്ഞ് ഞാനും ഇഷ്ടംപോലെ പാട്ട് വരുമല്ലോ. ക്ലാസ്മേറ്റ് മൂവിയിലെ ക്ലാസ്മേറ്റില് അത് എനിക്ക് പറ്റിയ പാട്ടല്ല, അതൊക്കെ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ അതിലും ഏതോ ഒരു പാട്ടില്ലായിരുന്നോ റിലീസ് ആവാത്ത ചില്ലിജാലകവാതിൽ? അത് മറ്റേ ഇതിനെ പറ്റിയിട്ടാണ്, ഈ എൻ്റെ ഖൽബിന് പകരം ആദ്യം എഴുതിയ പാട്ട്.
മഞ്ചേരി പാടിയത്. ചില്ലുജാലകവാതിലിൻ തിരശീല നീങ്ങുമ്പോൾ മെല്ലെയൊന്നു കിലുങ്ങിയോ കൈവളകളറിയാതെ. മറന്നുപോയി ബാക്കി. ഞാൻ ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ഇഷ്ടം കൊണ്ട് പാടുന്ന അല്ലാണ്ട് ഇതൊരു ഇതിന് നമുക്കൊരു സന്തോഷം വെച്ചാൽ ഈ സരസ്വതി ദേവി എന്ന സംഗീതത്തിൻ്റെ ദൈവം നമ്മളെ ചതിക്കില്ല. കാര്യം ഞങ്ങൾക്ക് പേടിയില്ല. ഈ പേടിയുണ്ടെങ്കിൽ സംഗീതം തെറ്റി അയ്യോ ആ കുഴ നമുക്ക് ആ ഭയമില്ല. അവനങ്ങ് പാടിക്കോട്ടെ. സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ് പാട്ട് ആർട്ടിസ്റ്റിന്. അല്ല പായോ അത് അതിന് പാട്ട് ആസ്വദിക്കാനും പാടം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഗംഭീരം. എനിക്ക് ഏറ്റവും എൻ്റെ ഭാര്യയോടുള്ള അസൂയ തന്നെ അതാണ്. പുള്ളിക്കാരത്തിൻ്റെ പേഴ്സണൽ അലമാരിയിൽ എൻ്റെ പടമില്ല, യേശുദാസിൻ്റെ പടമാണ്. അപ്പോൾ ഓർത്ത് നോക്കൂ, ഒരു ഗായകൻ്റെ ഇമ്പാക്റ്റ് അല്ലേ? അത് ഉള്ളതാണ്. ആ ഒരു വരികൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു ജീവൻ കൊടുക്കുന്ന സാറിൻ്റെ ആ വോയിസ് ആണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ അങ്ങനെ സംഭവം, നീ കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഇത്രയും സാറിൻ്റെ സമയം തന്നതിൽ കുറേ നന്ദിയുണ്ട്. അല്ല, ഇതിന് കാരണക്കാരായ കിമ്മിനോടും രാഗലയ പുരസ്കാരം തന്നവരോടും തീർച്ചയായിട്ടും വയലാറിൻ്റെ കുടുംബത്തിനുണ്ട്. അത് ഓരോ വ്യക്തിയോടുമുള്ള ഞങ്ങളുടെ കടപ്പാടും നന്ദി ഇവരുടെ സാന്നിധ്യത്തിൽ, വൈഷ്ണവിയുടെയും ലെസ്ലിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ അറിയിക്കുന്നു. സന്തോഷം.